സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. ഇതറിയാലോ, ഇത് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. സാധാരണ കോൺഫ്ലെക്സ്. ഞാൻ പണ്ട് കോൺഫ്ലെക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഇത് വീടിന്റെ അകത്ത് പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് വലുതായി. പക്ഷെ അത് ഞാൻ ഇതുവരെ പ്രത്യേകിച്ച് ആരും ഇത് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്നാക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒന്ന് കോൺഫ്ലെക്സ്, അറിയാലോ നമ്മുടെ കോൺഫ്ലെക്സ്. രണ്ടാമത്തത് തേങ്ങ, കുറച്ച് തേങ്ങ, കോക്കനട്ട് തേങ്ങയാണ് ആവശ്യം. പിന്നെ ഉള്ളത് നമുക്കുള്ള നട്ട്സും കിസ്മിസും ബദാം മുറിച്ച് പീസാക്കിയതോ എന്ത് വേണോ ഇടാം കേട്ടോ. പിള്ളേർക്ക് കഴിക്കാത്ത സാധനങ്ങളൊക്കെ കപ്പലണ്ടിയോ ഒക്കെ ചേർത്ത് ഇടാം. കുറച്ച് മതി, അത് കുറച്ച്. പിന്നെ പഞ്ചസാര, കുറച്ച് പഞ്ചസാര. ഞാനിത് ശർക്കര ഇട്ടും തേനൊഴിച്ചൊക്കെ ഉണ്ടാക്കി നോക്കി. പക്ഷെ പഞ്ചസാരയാണ് കുറച്ച് രുചി കൂടുതലുള്ളത് കേട്ടോ. വേറെ ഒന്നുമില്ല. കോൺഫ്ലെക്സ് എന്നും പാലിൽ കൊടുക്കുമ്പം അതിനേക്കാളും നല്ലത് കുറച്ച് ചില ദിവസങ്ങൾ ഇങ്ങനെ കൊടുത്തു നോക്കൂ. കുറച്ച് തേങ്ങ, പിന്നെ നട്ട്സും, ഇത് നട്ട്സ്, കിസ്മിസ്, കപ്പലണ്ടിയോ എന്തുണ്ടെങ്കിലും ഇടാം. പിന്നെ പഞ്ചസാര, പിന്നെ നമുക്ക് ഏലക്കാപ്പൊടി ഞാൻ ഇതിൽ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട്. വേറെ ഒന്നുമില്ല. നമ്മള് അവലൊക്കെ വരവി കൊടുക്കുമല്ലോ കുട്ടികൾക്ക്, അതുപോലെ അവല് നനച്ച് കൊടുക്കുന്നു. അവല് നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കുഴയ്ക്കും. ഇത് വേറെ ഒന്നുമില്ല. ഇങ്ങനെ കുറച്ച് നേരം ഈ തേങ്ങയുടെ ഉള്ള നനവിൽ തന്നെ അത് പഞ്ചസാരയായിട്ട് ചേരുമ്പോഴത്തേക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് ചായക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ കഴിക്കാൻ കൊള്ളാം. എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇതിന് പണ്ട് ഞാൻ ബഹറിൽ കുറച്ച് നാളുണ്ടായിരുന്നു അവിടെ. അപ്പം അവിടെ ഒരു ഫെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഫുഡ് മേള ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം ഇതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഏറ്റവും ആദ്യം അവിടെ തീർന്ന സാധനം എൻ്റെതായിരുന്നു. ഇതായിരുന്നു. ഇതിന് ഞാൻ കോക്കനട്ട് കോൺഫ്ലേക്സ് എന്നൊരു പേര് വിട്ടാണ് അന്ന് വിറ്റത്. അപ്പോൾ അതിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു കോക്കനട്ട് കോൺഫ്ലേക്സ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇങ്ങനെ ഇരിക്കും ഇത് സാധനം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.